ഹേയ് ഗായ്സ്, അപ്പോൾ ഇതാണ്ട് രാത്രി തന്നെ നമ്മൾ സൈറ്റിൽ വന്നിട്ട് കുറച്ച് പാർസൽ ഇതാണ്ട് മാറ്റി അങ്ങോട്ട് വെക്കാണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് ഈ ഒരു പെട്ടിയും കൂടി കഴിഞ്ഞാൽ നമ്മുടെ പണി ഇന്നത്തോട് കഴിഞ്ഞു കിട്ടുക. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങോട്ട് വിളിച്ചത്. ഗൈസ് അങ്ങനെ അത് കഴിഞ്ഞ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പണി. എന്തൊരു സൗണ്ട് കേൾക്കുന്നു ഗൈസ്. അതെന്താ ഗൈസ്, ഇതെന്താ UFO ആണോ? അയ്യോ താണ്ട ജൊറാസിക് പാർക്കിലേക്കാണ് പോയത്. താണ്ടത് അവിടെ ബ്ലാസ്റ്റ് ആയി കേട്ടോ ഗൈസ്. എന്താ സംഭവം എന്നറിയാൻ വേണ്ടി ഞാൻ ഇപ്പോൾ എന്തായാലും പോകുന്നില്ല. നമുക്ക് നാളെ രാവിലെ എണീറ്റ് പോകാം. ഇപ്പോൾ പോയാൽ വേറെ വല്ല സംഭവമാണെങ്കിൽ എനിക്ക് ഒറ്റക്ക് പോകാൻ പേടിയാണ്. രാവിലെ ആകുമ്പോൾ എനിക്കങ്ങനെ പേടിയില്ല. രാത്രി നമ്മളെ വണ്ടിക്ക് ഈ വണ്ടിയുടെ ലൈറ്റ് വർക്ക് ചെയ്യത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു സീനുണ്ട്. അപ്പോൾ രാവിലെ നമ്മൾ കൂട്ടുകാരന്മാരല്ലേ, ഞാൻ ഒറ്റയ്ക്കായിരിക്കും പോകാനൊരു പ്ലാൻ കേട്ടോ. അപ്പോൾ ഇനി നാളെ രാവിലെ നമുക്ക് പോകാം. ഇപ്പോൾ എന്തായാലും രാത്രി 9:30 ആയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ നമ്മുടെ സൈറ്റിൽ വന്നിട്ട് പണിക്ക് ഇറങ്ങിയത് കേട്ടോ ഗൈസ്. അങ്ങനെ രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ നമ്മുടെ ആ വീണ സാധനം എന്താണെന്ന് നോക്കാം കേട്ടോ. അതെന്താണെന്ന് എനിക്കൊരു പിടിയില്ല. ഒന്നല്ലെങ്കിൽ UFO ആയിരിക്കും, അല്ലെങ്കിൽ വല്ല അറിയില്ല ഗൈസ്. നമുക്കെന്തായാലും പോയി നോക്കാം. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും അത് ബ്ലാസ്റ്റായിട്ട് കിടക്കുന്നത്. താണ്ട് ഇവിടെ ഒരു വലിയ കുഴി കാണുന്നുണ്ട്. ഇതെന്ത് സംഭവം ഗൈസ്? ഇതെന്ത് പവറിലാണ് ഗൈസ്. വലിയ കുഴി ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇവിടുന്ന് സാധനം എന്തായാലും പോയിട്ടുണ്ട്. UFO ആണെന്ന് തോന്നുന്നു ഗൈസ്. ഈ ഗ്ലൗസ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. എന്തോ യൂട്യൂബിലെങ്ങാണ്ട് കണ്ടതായിട്ട് ഓർമ്മ വരുന്നുണ്ട് ഗൈസ്. ഇതെന്തായാലും എനിക്ക് എടുക്കാൻ വയ്ക്കുന്നില്ല, നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും അതിന് മുകളിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാൻ വേണ്ടി ഇത് നമ്മുടെ ഏതാണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ കുറച്ച് മുമ്പിലായിട്ടുള്ള ഒരു കുളത്തിൽ നിന്ന് നമ്മൾ കുറച്ച് വെള്ളം കൊണ്ട് പോവുകയാണ്. ഇവിടെ വന്നപ്പോഴാണ് ഗൈസ് നമുക്ക് ബക്കറ്റില്ല ഗൈസ്. ഇനി എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ നോക്കുമ്പോഴാണ് ഇതാണ്ട് നമ്മുടെ റാമ്പിൻ്റെ അപ്പുറത്തൊരു ബക്കറ്റ് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പം ഇനി ഇത് മതി. അപ്പോൾ ഇതിൽ നമുക്ക് വെള്ളം നിറച്ച് നേരെ കൊണ്ടുപോകാം ഗൈസ്. അങ്ങനെ ബക്കറ്റിലങ്ങനെ വെള്ളം ഫില്ലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇത് നമ്മുടെ ആ സംഭവത്തിൽ കൊണ്ടുപോയി വെള്ളം ഇങ്ങനെ നനച്ച് കൊടുക്കുകയാണ് ഗൈസ്. ഒരു ട്യൂബ് വഴി നമ്മളത് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല ചൂടുണ്ട് കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു ഇത് UFO അല്ലെങ്കിൽ സ്പേസ് ഷിപ്പ് എങ്ങാണ്ടാണ്. അതിൽ നിന്ന് ചാടിയൊരു സംഭവമെന്ന് തോന്നുന്നു. ഒന്ന് നോക്കട്ടെ ഗൈസ്. ഇത് നമ്മുടെ താനോസിൻ്റെ ഗ്ലൗ ആട്ടാ. ഇത് മൊത്തം കല്ലും കാര്യങ്ങളൊക്കെ തെറിച്ചെന്ന് തോന്നുന്നു. ഇതിന് ആ ഗ്ലൗസ് മാത്രമേ ഉള്ളൂ. എന്തായാലും ഞാനത് വീട്ടിലേക്ക് എടുത്ത് കൊണ്ടുപോവുകയാണ് ഗൈസ്. എന്തായാലും ഇനിയിപ്പോൾ അത് അവിടെ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇനി വീട്ടിൽ കൊടുന്ന് വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം ഗൈസ്. ഇനി പൂർണ്ണമായിട്ട് നോക്കാനൊന്നുമില്ല, ഏകദേശം വൈകുന്നേരം ആവാനായി. ഇനി നമുക്ക് നാളെ എങ്ങാനും നോക്കാം കേട്ടോ. വൈകുന്നേരം ആയിട്ടുണ്ട്. ഇനി ഉറക്കമൊക്കെ വരുന്നുണ്ട് ഗൈസ്. ഇനി നാളെ നോക്കാം. ഇതിന് അന്നി താനോസ് വരുമോ? ഗൈസ്, ആരാണ്ട് എൻ്റെ പുറത്ത് വന്ന് നിന്ന പോലെ. തോന്നിയതാണെന്ന് അറിയില്ല. പുറത്ത് പോയി നോക്കട്ടെ ഗൈസ്. ആരോ ആളുണ്ട് ഇവിടെ. ആരാണ്? സത്യം പറഞ്ഞു ആരാ? താനോസ്. എന്നെ അറിയല്ലേ. ഗൈസ്, ഈ താനോസിന് വട്ടായതാണ്ട് എന്നെ പിടിച്ച് തൂക്കി എറിഞ്ഞ്. എന്നെ പൊന്നു താനോസ്, എന്നെ ഒന്നും കാട്ടല്ലേ. ഞാൻ ആ ഗ്ലൗ ഞാൻ നിനക്ക് തരാം. ഗ്ലൗവൊക്കെ നീ എടുത്തോ. ഗ്ലൗ ഒന്നും എനിക്ക് വേണ്ട. ഞാൻ നിന്നോട് വേറൊരു സംഭവം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. എന്ത്? നീ ഞാൻ പറഞ്ഞ പോലെ ചെയ്യുകയാണെങ്കിൽ നിനക്ക് ഞാൻ ആ ഗ്ലൗവും അതിൻ്റെ കല്ലുകളൊക്കെ തരാം. ഗ്ലൗവും കല്ലും തരുക? എങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ നീ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാണ്ട്. അത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നിനക്ക് ആ കല്ലൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അതൊക്കെ ഞാൻ എന്താക്കാം. എങ്കിൽ നീ തൽക്കാലം ഒരു കല്ല് നീ വെച്ചോ. ഓക്കെ. എങ്കിൽ നാളെ തന്നെ നീ അതിന് ശ്രമിക്കണം. ഒരു ദിവസമേ ഞാൻ ചാൻസ് തരുള്ളൂ.
അത് നിനക്ക് കിട്ടി എന്ന് അറിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ടേക്ക് വരും. ഓക്കെ തന്നെ ഗൈസ്. എൻ്റെ പൊന്നോ, താണ്ട് ഒരു കല്ലിട്ടന്ന് പോയിട്ടാ ഗൈസ്. നമ്മളൊരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള കല്ലൊക്കെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഗ്ലൗസ് എൻ്റെ സ്വന്തമാണ് ഗൈസ്. അപ്പോൾ ഇനി ഞാനൊരു വിലസും ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി നാളെ പോയിട്ട് ആ കല്ല് കണ്ടുപിടിക്കാണ്ട് കേട്ടോ. ഈ കാണുന്ന കല്ലാണ് നമുക്ക് നാളെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓക്കെ, 5 കല്ലുണ്ട്. അപ്പോൾ 6 കല്ലിലത്തെ ഒരു കല്ല് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സെൻറ്ററത്തെ വലിയ കല്ലാണ് നമുക്കിപ്പോൾ താനോസ് തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നാളെ നമുക്ക് എന്തായാലും പോകണം ഗൈസ്. രാവിലെ ആയിട്ട് നമ്മൾ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതാണ്ട് ആ കല്ലൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് പണി ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് 1 മണിക്കൂർ കൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്ഥലത്ത് എത്തിയത്. അപ്പോൾ ഇനി നമ്മളെ വീട്ടിലേക്ക് പോയിട്ട് നമ്മൾ ആ കല്ലൊക്കെ ഗ്ലൗസിലൊന്ന് സെറ്റ് ചെയ്ത് നോക്കട്ടെ, വർക്കിംഗ് ആണോ അല്ലേ എന്നൊക്കെ ഒന്ന് നമുക്കറിയണം ഗൈസ്. സംഭവം സെറ്റാട്ടോ. അതാണ്ട് ഇതുമെന്ന് സ്പാർക്കും കാര്യങ്ങളും. പക്ഷെ ഇത് ഞാൻ ഇട്ടിട്ടില്ല. അയ്യോ, ഇനി താനോസാണ്. അയ്യോ, അയ്യോ താനോസ് എന്താ വേണ്ടേ? കൊച്ചു മുടക്കൻ, ഞാൻ പറഞ്ഞതുപോലെ എല്ലാം അങ്ങ് വിശ്വസിച്ച് ചെയ്ത് മണ്ടൻ, മണ്ടൻ. എടാ പൊട്ട, അതൊരു ഫേക്ക് ഗ്ലൗസും കല്ലും എടാ. അതുപോലും അറിയാത്ത നീ ഒരു പൊട്ടൻ തന്നെയാണല്ലോ. അയ്യേ, ഇത് ഫേക്കാണ്. അതൊന്ന് ഇട്ട് നോക്കട്ടെ ഗൈസ്. അയ്യോ ഇതാണ്ടേ എൻ്റെ പൊന്നു താനോസ്, ഇത് ഒറിജിനലാണ്. ഇതാണ്ടേ എനിക്ക് സൂപ്പർ പവർ കിട്ടി. അയ്യോ, ഇത്ര പണിയുള്ളൂ ഗൈസ്. നമുക്ക് താനോസിനെ ദാണ്ട് അപ്പുറത്ത് കണ്ണുറത്തേക്ക് തെറിപ്പിക്കാം. അയ്യോ, ഇത്രയേ ഉള്ളൂ നിൻ്റെ കഥ. നിൻ്റെതായിരിക്കും ഫേക്ക്, എൻ്റെത് എന്തായാലും ഇപ്പോൾ ഒറിജിനലാണ്. നിന്നെ ഞാൻ ഇന്ന് ശരിയാക്കി തരാടാ. നിനക്ക് എന്നെ ഇവിടേക്ക് തള്ളി തെറിപ്പിക്കണല്ലേ? നിന്നെ ഞാൻ നീ അത്രക്കായോ? ഗ്രീം കുട്ടിച്ചാത്ത. ഗൈസ്, നമ്മളെ താനോസ് അങ്ങനെ ഏതോ കാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ്ട് നമ്മൾ താനോസ് ഏതോ ഒരു നാട്ടിലെത്തിയിട്ടുണ്ട്. ഇതെവിടെയാണെന്ന് എനിക്ക് പോലും അറിയില്ല. ഗൈസ്, ഞാൻ ഈ സിറ്റിയിലൊരു സൂപ്പർ പവർ ആയിട്ടുണ്ട്. അയ്യോ, ഇതെന്ത് സംഭവിക്കുന്നത്? അയ്യോ അയ്യോ അയ്യോ